ജനമരുൺ ഇവിടെ ഇവിടെ നമ്മൾ ഇപ്പോഴും പറയുന്ന എല്ലാം എന്താണ് മലിനവും കെട്ടിക്കിടക്കുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതുമായ വെള്ളത്തിൽ മുഖം കഴുകുകയോ കുളിക്കുകയോ നീന്തുകയോ ചെയ്യാതിരിക്കുക, കിണറുകൾ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുക, ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കുക, മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ ഒഴിക്കുകയോ ചെയ്യാതിരിക്കുക തുടങ്ങിയ പ്രതിരോധ മാർഗ്ഗങ്ങൾ നമ്മൾ പൊതുവിൽ പറയുന്ന സാധനങ്ങളാണ് ഇപ്പോഴും. ഇവിടെ 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 നമ്മുടെ പരിശോധന കൂടുതലാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിക്കൽ മാത്രമല്ല, അതിൽ മരണങ്ങൾ കൂടുന്നുണ്ട്. മരണങ്ങൾ കൂടുമ്പോൾ ഇത് റയറസ്റ്റ് ഓഫ് ദ, ഇപ്പോൾ BBC റിപ്പോർട്ടിൽ പറഞ്ഞു ഇനിമേൽ ഈ അസുഖം റയറസ്റ്റ് ഓഫ് ദ റയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. കേരളത്തിലെ സ്പെസിഫിക് കേസ് ചൂണ്ടിക്കാണിക്കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ, കുറച്ചുകൂടി വിശദമായി ഈ പറഞ്ഞ മാപ്പിംഗ് അടക്കമുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പഠനം ഈ കാലം ആവശ്യപ്പെടുന്നില്ല ഡോക്ടർ എന്നമരുൺ? ഹാഷ്മി, തീർച്ചയായിട്ടും പഠനം നടത്തണം. എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ ശാസ്ത്ര ബോധം തന്നെ മാറ്റിമറിക്കാവുന്ന പല വിവരങ്ങൾ നമുക്ക് ചിലപ്പോൾ കിട്ടും. നമ്മൾ ഇതുവരെ പറയുന്നതൊക്കെ തന്നെ പഴയ കേസുകളുടെ കാര്യമാണ്. എങ്ങനെയാണ് പകരുന്നതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ തന്നെ ഒരു 81 കേസ് ഈ വർഷം തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയധികം ഡാറ്റയുണ്ട്. അപ്പോൾ അത് പക്ഷേ അത് പഠിക്കാനായിട്ടൊരു പ്രത്യേക ടീം തന്നെ വേണം. നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ തന്നെയുള്ള ഡോക്ടർമാർ വളരെയധികം എന്താ പറയുക ബുദ്ധിമുട്ടിയാണ് പണിയെടുക്കുന്നത്. ഇഷ്ടംപോലെ വർക്ക് ലോഡുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പറയുന്ന ഒരു പ്രത്യേക ഒരു ടീമിനെ സജ്ജമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ആക്കിയതായിട്ട് ഞാൻ അറിഞ്ഞില്ല. അതായത് നമ്മൾ ക്ലിനിഷ്യൻസ് അല്ലാതെ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടിയിട്ട് ഇതിനായിട്ടൊരു പ്രത്യേക ടീം അതിന് മാറ്റിവെക്കണം. അപ്പോൾ അവർക്ക് വേറെ സാധാരണ രോഗിയുടെ ചികിത്സയൊക്കെ വേണ്ടാതെ അവർക്ക് ഇത് മാത്രമായിട്ട് 1 മാസമോ 2 മാസമോ സമയം കൊണ്ട് ഈ 81 കേസും വിശദമായി പഠിച്ചിട്ട് അത് എങ്ങനെ വന്നു, എങ്ങനെയാണ് നമുക്ക് എങ്ങനെയൊക്കെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പഠനം വേണം. അതിന് നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ധനസഹായവും അതുപോലെ ആൾ സഹായവും ലബോറട്ടറി സഹായവും ഒക്കെ കേന്ദ്രത്തിൻ്റെയും പുറത്തുള്ള ഏജൻസികളുടെയും ഒക്കെ നമുക്ക് വാങ്ങിക്കാം. നമ്മളിത് ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളിതൊരു പ്രശ്നമുണ്ട് തന്നെ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എലിപ്പനിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. എലിപ്പനി നമുക്ക് എല്ലാ വർഷവും ഈ കേസുകളുണ്ട്. അത് നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നില്ല. ശരിയാണ്, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് വിഷമകരമാണ്. ഇത്രയധികം മരണങ്ങൾ എന്ന് പറയുമ്പോൾ വിഷമകരമാണ്. അത് ശരിയല്ല. അങ്ങനെ എലിപ്പനി മരണം ഉണ്ടാവാൻ പാടില്ല. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇതൊരു നമുക്കറിയാം, ഇതൊരു പുതിയൊരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക ഒരു ടീം തന്നെ വന്നിട്ട് പ്രത്യേകിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായൊരു ഐഡിയ നമുക്ക്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഠനം നടക്കുന്നു അന്വേഷിക്കുമ്പോൾ ഏതോ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട് എന്ന് കേട്ടു. അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റി അറിവില്ല. അവിടെ നടക്കുന്ന പഠനത്തെ പറ്റി കുറെ അന്വേഷിക്കാൻ കാര്യമായി ആർക്കും അറിയില്ല. ഒരു സമഗ്ര പഠനം നടക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അറിവ്. ഞാൻ കുറെ പേരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ ഭാഗമായി സേനമരുൺ. ആയിക്കോട്ടെ, അതെ, ഞാൻ പുറത്ത്, അതായത് സർക്കാർ മേഖലയിൽ അല്ലാതെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ജേർണൽസ് എല്ലാം തപ്പുമ്പോൾ 1-2 പേപ്പർ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. ഒരു പക്ഷേ വരുമായിരിക്കും. എല്ലാവർക്കും സമയം കിട്ടുന്നില്ല ഇത്രയധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ. പക്ഷേ ഞാൻ പറയുന്നത് ഒരു കേസ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിലും ഒരു കേസ് സീരീസ് ഈ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഐഡിയ മുഴുവൻ വേൾഡിന് ഇപ്പോൾ പറഞ്ഞു കൊടുക്കണം. ലോകത്തിനത് അറിയണം. ലോകത്തിന് അറിയുമ്പോഴാണ് മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കേസുകളിൽ നമ്മളത് കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ അവരെങ്ങനെയാണ് എന്താണ് ചെയ്തതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് റിക്രിയേഷണൽ വാട്ടേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കാനും കുളിക്കാനും നീന്താനും എല്ലാം ഉപയോഗിക്കുന്ന വെള്ളം അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെക്കണം. അത് നമ്മളിപ്പോൾ പലപ്പോഴും ഏത് വെള്ളത്തിലും ആൾക്കാർ ചാടുന്ന രീതിയിൽ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ നീന്താനും കുളിക്കാനും ഒക്കെ ഉള്ള വെള്ളം പ്രത്യേകമായിട്ട് മാറ്റി വെക്കണം. അല്ലാത്ത ചില വെള്ളം, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു കന്നുകാലിയൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് വെള്ളങ്ങളൊക്കെ വേറെ, ഒന്നും ഒരിക്കലും ആവരുത്. റിക്രിയേഷണൽ വാട്ടേഴ്സ് പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യണം, അത് ക്ലോറിനേറ്റ് ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മതപരമായ ചടങ്ങുകളിൽ മൂക്കിൽ വെള്ളമൊഴിക്കുന്ന സംഭവങ്ങൾ തീരെ പാടില്ല എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു മത അധ്യക്ഷന്മാർ തന്നെ അവർ പുറത്ത് പറയണം. പല കേസുകളും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. വേറൊന്ന്, മൂക്കിൽ ഫ്രാക്ചറുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ പല റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വഴിയോ വേറെ എന്തെങ്കിലും വീഴ്ച പോലോ മൂക്കിൽ ഫ്രാക്ചർ പണ്ട് വന്ന ആളുകൾക്കൊക്കെ തന്നെ അവിടെ ആ ക്രിബ്രിഫോം പ്ലേറ്റ് കറക്റ്റായിട്ട് ഒരു ബാരിയർ, ബ്രെയിനുമായിട്ടുള്ളൊരു ബാരിയർ ഇല്ലാത്തത് കൊണ്ട് മൂക്കിൽ വരുന്ന വെള്ളം വളരെ പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്താനും അങ്ങനെ അമീബ സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ 81 കേസിൽ എനിക്ക് തോന്നുന്നു 4-5 കേസുകളിൽ ഈ നേസൽ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നേസൽ ഫ്രാക്ചർ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് മൂക്കിൽ വെള്ളം ചെയ്യുമ്പോൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ആളുകളോട് പറയണം. അപ്പോൾ പ്രത്യേകിച്ച് നേസൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇതുപോലെയുള്ള, എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ജലാശയങ്ങൾ ഇറങ്ങാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ മൂക്കിൽ ഒരിക്കലും വെള്ളം കയറുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം.
അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മളിപ്പോൾ എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ജലാശയങ്ങളെല്ലാം വൃത്തിയാക്കുക, കിണർ ക്ലോറിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലോറിനേഷൻ്റെ അളവ് കൂട്ടണം. നേരത്തെ ഡോക്ടർ അൽത്താഫ് പറഞ്ഞ പോലെ തന്നെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു DHS പുതിയൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ ഒരു നല്ല രീതിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ട് ഇനി കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുകയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.